കഴിഞ്ഞ 11 വർഷമായി റിയാദിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള സ്വദേശിയാണ് പ്രസാദ് കുമാർ. ജോലിക്കിടെ വഴിയിൽ വെച്ച് കൈ കാണിച്ച അപരിചിതനെ വാഹനത്തിൽ കയറ്റിയത് മൂലം ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ജയിൽവാസത്തിനും നഷ്ടമായ ജീവിത സമ്പാദ്യങ്ങൾക്കും ജോലിക്കും കണക്ക് തിട്ടപ്പെടുത്താനാവില്ല. ജിസാനിൽ ഒരു കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം. വഴിയിൽ സഹായം അഭ്യർത്ഥിച്ച ഒരു യമനിയെ വാഹനത്തിൽ കയറ്റിയപ്പോൾ അത് തന്റെ ജീവിതത്തിലെ ദുരന്തം ആരംഭിക്കുന്നതിന്റെ ആരംഭമാണെന്ന് ഇദ്ദേഹം കരുതിയില്ല. തുടർന്നുള്ള യാത്രയ്ക്കിടെ വഴിയിലുണ്ടായ പോലീസ് പരിശോധനയിൽ യമനിക്ക് ഇക്കാമയോ മറ്റ് നിയമപരമായ രേഖകളോ ഇല്ലെന്നും അതിർത്തി കടന്ന് നിയമവിരുദ്ധമായി സൗദിയിൽ പ്രവേശിച്ചതാണെന്നും വ്യക്തമായി. ഇതിനെ തുടർന്ന് യമനിയെയും പ്രസാദ് കുമാറിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പ്രസാദിനെ 1 മാസത്തോളം ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം കമ്പനിയിലേക്ക് തിരികെ ജോലിക്കായി എത്തിയ പ്രസാദ് കുമാറിനെ ഇനി സ്ഥാപനത്തിൽ തുടരുവാൻ കഴിയില്ലെന്ന് അറിയിക്കുകയായിരുന്നു. കമ്പനിയുടെ വാഹനം ഉപയോഗിച്ച് ആളുകളെ കയറ്റി ടാക്സി സർവീസ് നടത്തിയെന്ന ആരോപണം ഇദ്ദേഹത്തിന് മേൽ ചുമത്തി. സൗദി തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 80 ചൂണ്ടിക്കാട്ടി ഇദ്ദേഹത്തിന് ബാക്കി നൽകേണ്ടിയിരുന്ന ശമ്പളവും സർവീസ് തുകയും നൽകാതെ കമ്പനി പുറത്താക്കി. മറ്റു ജോലികൾ കണ്ടെത്തുവാൻ പരിശ്രമിച്ചുവെങ്കിലും നിരാശയായിരുന്നു ഫലം. തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധിയിലായ പ്രസാദ് ഏറെ പ്രയാസം അനുഭവിക്കുകയും ഇന്ത്യൻ എംബസിയെ സമീപിക്കുന്നതിനായി റിയാദിലെത്തുകയും ചെയ്തു. സഹായം തേടി കേളി സാംസ്കാരിക വേദിയെ സമീപിക്കുകയും ഇവരുടെ ഇടപെടലിന്റെ ഫലമായി എക്സിറ്റ് നടപടികൾ പൂർത്തിയാക്കുകയും നാട്ടിലേക്ക് മടങ്ങുന്നതിനുള്ള ടിക്കറ്റ് ഇവർ നൽകുകയും ചെയ്തു. ഇത്തരം സംഭവങ്ങൾ ഒറ്റപ്പെട്ടതല്ല. ഇതുപോലെ വഴിയിൽ ക്ഷീണിതരായി നിന്ന് കൈനീട്ടുന്ന ആളുകളെ വാഹനത്തിൽ കയറ്റുന്ന പതിവ് പല പ്രവാസികളിലും ഇപ്പോഴുമുണ്ട്. രേഖകളില്ലാത്ത യാത്രക്കാരെ അറിയാതെ വാഹനത്തിൽ കയറ്റിയതിന്റെ പേരിൽ നിരവധി പേർ പോലീസ് കേസുകളിലും ജയിലുകളിലും കുടുങ്ങിയ സംഭവം ഇതിനു മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രവാസികൾ നിയമങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകണം. ചെറിയ അശ്രദ്ധ പോലും വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കും. ആടുജീവിതം എന്ന നോവൽ വായിച്ചവരിലും ആ സിനിമ കണ്ടവരിലും നജീബ് എന്ന കഥാപാത്രം അവസാനം രക്ഷപ്പെടുവാനായി മരുഭൂമിയിലേക്ക് ഓടി ഒരു വഴിയിലെത്തിയപ്പോൾ ലിഫ്റ്റ് നൽകിയ ആ കാരുണ്യ മനസ്സുള്ള വ്യക്തിയെ വാഴ്ത്തിയിട്ടുണ്ടാകും. എന്നാൽ ഈ കാരുണ്യം പ്രവാസികൾ കാണിക്കുവാനായി നിന്നാൽ വലിയ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും എന്ന സന്ദേശമാണ് ഈ വാർത്ത നൽകുന്നത്.